കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തങ്കം സിത്താരോട് പറയാനാണ്, ഇത്ര നാളും ഞാൻ എൻ്റെ മോളെ ചേർത്ത് നിർത്തിയില്ലേ, ഇപ്പോൾ എൻ്റെ ഹൃദയം തുന്നിപ്പിടിപ്പിച്ചതാണ്, എങ്കിലും എനിക്ക് എൻ്റെ ജീവനുള്ള നാൾ അത്രയും എൻ്റെ മോളെ ഞാൻ എല്ലാ ആപത്തിൽ നിന്നും സംരക്ഷിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞ സിത്താരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തങ്കം അവിടെ നിന്നും പോകുന്നത്. ഈ സമയം സിനി സിത്താരോട് പറയണേ, അല്ല മാഡം, കൃഷ്ണ ഈ നാട്ടിൽ നിന്ന് പോകുന്നുള്ള വിശ്വാസത്തിലല്ലേ ഗാഥ മാഡം തിരികെ സന്തോഷത്തോടു കൂടി കളരിക്കിലേക്ക് പോയിരിക്കുന്നത്. എന്നാൽ അങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഗാഥ മാഡത്തെ വല്ലാതെ ബാധിക്കും. ഗാഥ മാഡം പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക എന്ന് പറയാൻ പോലും പറ്റില്ല. ഈ സമയം സിത്താര പറയണേ, അവളുടെ അമ്മയുടെ തീരുമാനം അങ്ങനെയൊക്കെയാണെങ്കിൽ കൃഷ്ണയോട് എനിക്കുള്ള സ്നേഹം പോലും എനിക്ക് മാറ്റിവെക്കേണ്ടി വരും, എന്നിട്ട് ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിക്കോട്ടെ ഒരു കാറ് അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നത്. അത് കാണുന്ന സിത്താര ചോദിക്കണേ, അല്ല ആരായിപ്പോൾ ഈ സമയത്ത് നന്ദൻ കാറിൽ നിന്ന് ഇറങ്ങി വരുവാണ്. അങ്ങനെ നന്ദൻ സിത്താരയുടെ ഇതിലേക്ക് ചെല്ലുക. ആ ഇതാര്, നന്ദനോ? അല്ല മറ്റെവിടെയെങ്കിലും പോകുന്ന വഴിക്കാണോ? അല്ല ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാ. ഓ അതെയോ, ഗാഥമോള് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കളരിക്കിലേക്ക് തിരിച്ചു പോയതേ ഉള്ളൂ. നന്ദൻ അറിഞ്ഞില്ലായിരുന്നോ? സിതാര, ഞാനിപ്പോൾ ഇവിടെ വന്നത് മറ്റൊരു കാര്യം സംസാരിക്കാനാണ്. നവീൻ്റെയും ഗാഥയുടെയും കല്യാണത്തിൽ സിത്താര എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടോ? തിരിമറി നടത്തിയിരുന്നോ? എന്ത് തിരിമറി നടത്താൻ? നിങ്ങളല്ലേ ഞങ്ങളോട് ചതി കാണിച്ചത്. കളരിക്കലിടുന്ന ആകശാപം ഉണ്ടെന്നുള്ള കാര്യം മറച്ചു വെച്ചല്ലേ നിങ്ങൾ വിവാഹം നടത്തിയത്. അപ്പോൾ തിരിമറി കാണിച്ചത് നിങ്ങളല്ലേ? കുടുംബത്തിലേക്ക് വലതുകാലം എടുത്ത് കയറി വരുന്ന പെൺകുട്ടികൾ എല്ലാവരും നാഗശാപത്തിനിരയാകുമെന്നും കളരിക്കലുള്ള ആണുങ്ങളെല്ലാവരും ആദ്യമാര് മരിച്ച് രണ്ടാമാരെയൊക്കെ ഇപ്പോൾ ഇപ്പോൾ ജീവിക്കുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളല്ലേ മറച്ചു വെച്ചത്. അത് കേട്ടിട്ട് നന്ദൻ ചോദിക്കണേ, ഓ അത് ശരി, അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ഉണ്ടാകുമെന്ന് നേരത്തെ മുൻകൂട്ടി കണ്ട് സിത്താര ചോദിക്കാനുള്ള മറുചോദ്യങ്ങളൊക്കെ മനസ്സിൽ കരുതി വെച്ചിരിക്കുമായിരുന്നല്ലേ. അന്നേരം നന്ദൻ പറയണേ, എന്നാലേ ഞാൻ മറ്റൊരു കാര്യവും കൂടി പറയാം. നവീൻ താലി കെട്ടിയത് സിത്താരയുടെ മകൾ ഗാഥയല്ല. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് സിത്താര ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ടോ. അന്നേരം നന്ദൻ പറയണേ, ഞാൻ പറയുന്നതാണ് സത്യം. നവീൻ താലി കെട്ടിയത് സിത്താരയുടെ മകൾ ഗാഥേനെയല്ല, തങ്കത്തിൻ്റെ മകൾ കൃഷ്ണയാണ്. അവളാണ് കളരിക്കിലെ മരുമകളായിട്ട് വലത് കാലെടുത്ത് കയറി വരുന്നതും കളരിക്കിലെ ശാപം മാറ്റാനായിട്ട് വ്രതമെടുത്ത് പ്രാർത്ഥിച്ചതും ഒക്കെ കൃഷ്ണയാണ്. അതിനുശേഷം ശാപമെല്ലാം മാറിയതിനു ശേഷം സിത്താര തന്ത്രപൂർവ്വം കൃഷ്ണയെ മാറ്റി പകരം ഗാഥയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചു. അതല്ലേ നടന്ന സത്യം. അതെന്തോ ആയിക്കോട്ടെ, നവീൻ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും താലി കെട്ടിയതുമെല്ലാം കൃഷ്ണയാണ്. അവൻ താലി കെട്ടിയ പെണ്ണിൻ്റെ ഒപ്പമുള്ള ജീവിതമാണ് അവൻ ആഗ്രഹിച്ചത്, അവളുടെ സ്വഭാവമാണ് അവൻ ഇഷ്ടപ്പെട്ടത്. നവീൻ്റെ ജീവിതം പൂർണ്ണമാക്കണമെങ്കിൽ നവീനൊപ്പം കൃഷ്ണയെ വേണം ചേർത്ത് വെക്കാനായിട്ട്. അതിന് നല്ല മനസ്സുണ്ടായിട്ട് കൃഷ്ണയെ നവീൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സിത്താര കൂടി സമ്മതിക്കണം. സിത്താര തന്നെ കൃഷ്ണയെ തിരികെ വിളിച്ച് നവീൻ്റെ ഭാര്യയാക്കണം. അത് കേട്ടിട്ട് സിത്താര പൊട്ടിത്തെറിക്കണേ, ആ അത് ശരി, കൊള്ളാലോ. അപ്പോൾ എൻ്റെ മോള് എല്ലാവരാലും അപമാനിതയായിട്ട് ഭർത്താവ് നഷ്ടപ്പെട്ട് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് ഈ വീട്ടിൽ വന്ന് നിൽക്കണം അല്ലേ? അങ്ങനെ എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങളുടെ മോന് ഞാൻ സുഖകരമായിട്ടുള്ളൊരു ജീവിതം ഒരുക്കണം അല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കില്ല. കൃഷ്ണയെ നിങ്ങളിനി കാണില്ല. നവീനൊപ്പം അവളൊന്നും ശരിക്കലും ജീവിക്കുകയില്ല. എന്താണെങ്കിലും സത്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞല്ലോ. കളരിക്കലെ സർപ്പശാപം മാറ്റാനായിട്ട് വാടകയ്ക്കെടുത്ത് ഉടുത്തി അവളുടെ ജോലി പൂർത്തിയാക്കിയപ്പോൾ എന്നേക്കുമായിട്ട് പോയി. ഇനി നിങ്ങൾക്ക് അവളെ കാണാൻ പറ്റില്ല. നവീൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ, എൻ്റെ ഗാഥമോള്. അവൾക്കൊപ്പം നവീൻ ജീവിക്കുകയുള്ളൂ. ഈ സത്യം കളരിക്കിൽ ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇനി ആരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് എൻ്റെ മോള് ഗാഥ. അന്നേരം നന്ദൻ പറയണേ, സിതാര ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എനിക്ക് തെറ്റു പറയാൻ പറ്റില്ല. മക്കളുടെ ജീവിതം സംരക്ഷിക്കാൻ ഒരമ്മ ഇങ്ങനെ സംസാരിക്കൂ. അതുപോലെ എൻ്റെ മോൻ്റെ ജീവിതം കുരുതി കൊടുക്കാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനിപ്പോൾ തന്നെ കൃഷ്ണൻ്റെ അരികിലേക്ക് പോകുവാണ്. അവളെ എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് കളരിക്കിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോയിരിക്കും. അവളോടും തങ്കത്തോടും എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് സംസാരിക്കും. അവരുടെ സമ്മതത്തോടു കൂടി തന്നെ കൃഷ്ണയെ ഞാൻ നവീൻ്റെ ഭാര്യയാക്കി കളരിക്കിലേക്ക് കൊണ്ടുപോകും. അത് തകർക്കാനായിട്ടോ എതിർക്കാനായിട്ടോ സിത്താരയെ കൊണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ് നന്ദൻ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം സിത്താരക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം തോന്നുവാണ്. സിത്താര പറയണേ, എന്തൊരു വൃത്തിയായിട്ട് കുടുംബം അത്. ഇപ്പോൾ അവരുടെ കുടുംബത്തിന് എൻ്റെ മോളെ വേണ്ട. അങ്ങനെ അവരെൻ്റെ മോളെ പടിയിറക്കി വിട്ടു കഴിഞ്ഞാൽ ഈ സിത്താര വെറുതെ ഇരിക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ മോളെ വേദനിപ്പിച്ച ആരെയും ഞാൻ വെറുതെ വിടില്ല. ഇത്രയും നാളും അവർ നാഗത്തിൻ്റെ പേരിലായിരുന്നു ഉറക്കം നഷ്ടപ്പെട്ടിരുന്നത്. എന്നാൽ ഇനി അവരുടെ ഉറക്കം കളത്താൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. എൻ്റെ മോൾക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് എനിക്കൊരു മടിയില്ല. അങ്ങനെ പറഞ്ഞ് ആകെ കരിപൂണ്ട് നിൽക്കുവാണ് കേട്ടോ സിത്താര. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ നന്ദൻ മുത്തശ്ശീനെ ഫോണിൽ വിളിക്കുവാണ്. അങ്ങനെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ പറയുവാണ്. എന്താ കാര്യങ്ങളൊക്കെ? അന്നേരം നന്ദൻ പറയണേ, അമ്മേ ഞാൻ സിത്താരയെ കണ്ടിട്ടാണ് വരുന്നത്. സിത്താരയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു എന്ന് സിത്താരയോട് പറഞ്ഞു. ആദ്യം സിത്താര കളരിക്കൽ ശാപത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ മറച്ചു വെച്ചത് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തി. പക്ഷേ ഞാനതിലൊന്നും വീണില്ല, വിട്ടുകൊടുത്തുമില്ല. നല്ല രീതിയിലുള്ള മറുപടി തന്നെ കൊടുത്തു. കൃഷ്ണയും നവീനെ ഒന്നിപ്പിക്കല്ല എന്ന് സിത്താര ഉറച്ചു തന്നെ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ നേരെ ചെല്ലാൻ പോകുന്നത് കൃഷ്ണയുടെ അരികിലേക്കാണെന്ന്. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൃഷ്ണയെ നവീൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്നും സിത്താരയോട് പറഞ്ഞിട്ടുണ്ട്.
ഇപ്പം തന്നെ ഞാൻ കൃഷ്ണയുടെ അരികിലേക്കാണ് പോകുന്നത്, ഗോപാലൻ്റെ വീട്ടിലേക്ക്. ഇന്ന് തന്നെ അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഞാനും കൂടി വരായിരുന്നു നിൻ്റെ കൂടെ. വേണ്ടമ്മേ, ഞാൻ തടിച്ചു പൊക്കോളാം. പിന്നെ നന്ദ സൂക്ഷിക്കണം, സിത്താരയുടെ കൊമ്പ് കൊടുത്തിരിക്കുന്നത്. അവർ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഇന്നത്തോടു കൂടി എല്ലാത്തിനും പരിഹാരമാവട്ടെ. കൃഷ്ണമോള് ഈ വീട്ടിലേക്ക് തന്നെ മരുമകളായിട്ട് വരണം. എന്നാലേ നമ്മുടെ കുടുംബത്തിന് പഴയ ആ സന്തോഷം തിരികെ വരികയുള്ളൂ. ശരിയമ്മേ, എന്നാൽ ഞാൻ കൃഷ്ണനെ കണ്ടിട്ട് വിളിക്കാം. അങ്ങനെ പറഞ്ഞ കോള് കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണയുടെ വീടാണ് കേട്ടോ. അവിടെ കൃഷ്ണയും തങ്കവും ഗോപാലനും സുനന്ദയൊക്കെ കൂടി നിൽക്കുവാണ്. അന്നേരം തങ്കം ചോദിക്കണേ, അപ്പം നീ പോകാനായിട്ട് തന്നെ ഉറപ്പിച്ചു അല്ലേ? അമ്മയോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, അതിലിനി ഒരു മാറ്റവും ഇല്ല. സിതാര മാഡത്തിനും കാതയ്ക്കും വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടി കൂടിയാണ് ഞാനിവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചത്. എൻ്റെ മനസ്സിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മറക്കണം. പഴയതുപോലെ അമ്മയുടെ മോളായിട്ട് എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം. അതിന് ഒരു മാറ്റം അനിവാര്യമാണെന്ന്. ഇനിയിപ്പോൾ ഞാനായിട്ട് എന്തു പറയാനാ? നീ തീരുമാനിച്ചല്ലോ, അതിലിനി മാറ്റമില്ലല്ലോ. എന്നാൽ പിന്നെ ഗോപാല, എപ്പോഴാണ് ഞങ്ങളുടെ നാടുകടത്തൽ? അന്നേരം സുനന്ദ പറയണേ, എന്താ തങ്കിയെ ചെയ്ത്? നിങ്ങളെ കണ്ടപ്പോൾ ഇനി എന്നും നമ്മൾ ഒന്നിച്ച് സന്തോഷത്തോടെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ ജീവിതത്തിൽ നമ്മളോട് പ്രതീക്ഷിക്കാത്ത രീതിയിലാണല്ലോ കാര്യങ്ങൾ ഓരോന്ന് സംഭവിക്കുന്നത്. ഇപ്പോൾ മാറി നിൽക്കുകയാണെന്ന് വിചാരിച്ച് അത് എന്നേക്കുമായിട്ടുള്ള ഒരു യാത്ര പറച്ചിലാണെന്നാണോ കരുതുന്നത്? നമുക്കിനി ഒരിക്കലും കാണാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ, ഒത്തുകൂടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് കുറച്ച് നാളത്തേക്ക് മാത്രമുള്ള ചെറിയൊരു അകൽച്ചയായിട്ട് മാത്രം കണ്ടാൽ മതി. എന്താവശ്യത്തിനും നിങ്ങൾക്ക് അരികിലേക്ക് ഓടിയെത്താൻ ഞങ്ങൾ എന്നും ഉണ്ടാവും. അന്നേരം ഗോപാലൻ പറഞ്ഞേ, സുരന്തേ നീ പോയി ഭക്ഷണം എന്തെങ്കിലും കഴിക്കാനുള്ളത് എടുക്ക്. നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കാം. എന്നാലേ ഒരു 5 മിനിറ്റ് ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. അങ്ങനെ പറഞ്ഞ് സുനന്ദ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം പെട്ടെന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് കൃഷ്ണ അകത്തേക്ക് ഓടിപ്പോകുവാണ്. അന്നേരം തങ്കം പറയണേ, എത്രയൊക്കെ പറഞ്ഞാലും അവൾക്ക് നിങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാണ്. നിങ്ങൾ വിട്ടു പോകുന്നതിലുള്ള സങ്കടമുണ്ട് അവളുടെ ഉള്ളിൽ. അന്നേരം സുനന്ദ കൃഷ്ണനെ ആശ്വസിപ്പിക്കാനായിട്ട് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്തൊക്കെ സിത്താരയാണെങ്കിൽ കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് റൂമിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആരും ഫോൺ റിങ് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നില്ല. അന്നേരം സിത്താര ടെൻഷനിൽ സിനിയോട് പറയണേ, കൃഷ്ണ ഫോൺ എടുക്കുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ തലേൻ്റെ അകത്തൊരു മൂളൽ പോലെയാണ്. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. നന്ദനെങ്ങാലും അവരെ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. ഒന്നാമത് തങ്കമാണെങ്കിൽ പോകില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുവാണ്. അങ്ങനെ ടെൻഷനിൽ വീണ്ടും കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സിത്താര. ഈ സമയം കൃഷ്ണയാണെങ്കിൽ റൂമിലൊരിടത്ത് മാറി നിന്ന് നവീനൊപ്പം അന്ന് യാത്ര ചെയ്തതും നവീൻ തന്നെ മടി കിടന്നുകൊണ്ട് കൃഷ്ണയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും അതൊക്കെ ഓർക്കുവാണ് കേട്ടോ. അതൊക്കെ ഓർത്ത് നവീൻ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് പൊട്ടിക്കരയുവാണ് കൃഷ്ണ. ഈ സമയത്ത് ആയിരിക്കും സുനന്ദ കൃഷ്ണയുടെ അരികിലേക്ക് എത്തുന്നത്. മോളെ, എന്തുപറ്റി? നീ ഞങ്ങളെ വിട്ടു പിരിഞ്ഞ് പോകുന്നതിൽ മാത്രമല്ല കരയുന്നതെന്ന് എനിക്കറിയാം. നവീനെ നിനക്ക് അങ്ങനെ പെട്ടെന്ന് നിൻ്റെ മനസ്സിൽ നിന്ന് പിഴുതെടുത്ത് കളയാനൊന്നും പറ്റില്ലല്ലോ. നീ അവനെ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അവനിനി ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് വിചാരിച്ചല്ലേ ഇപ്പം നീ ഇങ്ങനെ കരയുന്നത്? എത്ര നീ ഒളിപ്പിക്കാൻ നോക്കിയാലും സുനന്ദേച്ചിക്ക് അത് മനസ്സിലാവും മോളെ. അന്നേരം സുനന്ദേനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ കൃഷ്ണ. ഈ സമയത്ത് ഗോപാലനും തങ്കവും കൂടി അവരുടെ അരികിലേക്ക് എത്തുക. ഗോപാലൻ കൃഷ്ണയോട് പറയണേ, കൃഷ്ണമോളെ, സിതാര മേഡം വിളിക്കുന്നത് എൻ്റെ ഫോണിലോട്ട്. എന്താ ഇപ്പം ചെയ്യുക ഗോപാലേട്ടാ? എന്താണെങ്കിലും ഫോൺ എടുക്കാം, അവർക്ക് എന്താ പറയാനുള്ളതെന്നറിയാലോ. അങ്ങനെ ഗോപാലൻ ഫോൺ എടുക്കണേ. ഹലോ, എന്താ മാഡം വിളിച്ചത്? ഗോപാല, ഞാൻ കൃഷ്ണയുടെ ഫോണിലേക്ക് പലതവണ വിളിച്ചു. കൃഷ്ണ ഫോൺ എടുക്കുന്നില്ല. എനിക്ക് കൃഷ്ണയോട് തങ്കത്തോടൊന്ന് സംസാരിക്കണം. ഫോൺ അവർക്ക് കൊടുക്കാമോ? ഞാൻ കൊടുക്കാം മാഡം. അങ്ങനെ കൃഷ്ണയുടെ കയ്യിൽ ഫോൺ കൊടുക്കുക. കൃഷ്ണ, നിൻ്റെ ഫോണിലേക്ക് ഞാൻ പലതവണ വിളിച്ചു. അത് പിന്നെ മാഡം, എൻ്റെ ഫോൺ റൂമിലാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല കോൾ വന്നത്. തങ്കം എടുത്തുണ്ടോ? സ്പീക്കറിലാണ് ഇട്ടിരിക്കുന്നത്. മാഡം പറഞ്ഞോളൂ. ഇന്ന് തങ്കം വന്നപ്പോൾ ഞാൻ വളരെ അഹങ്കാരത്തോടു കൂടിയാണ് സംസാരിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ വിളിക്കുന്നത് അഹങ്കാരം ഒട്ടുമില്ലാതെയാണ്. എൻ്റെ മോളുടെ ജീവിതത്തിന് വേണ്ടി നിങ്ങളോട് രണ്ടുപേരോട് യാചിക്കാനാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. തങ്കം ഇവിടുന്ന് ഇറങ്ങിയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ നവീൻ്റെ അച്ഛൻ നന്ദിനി ഇവിടെ വന്നിരുന്നു. അവർക്ക് നമ്മൾ നടത്തിയ എല്ലാ കള്ളത്തരങ്ങളും നല്ലപോലെ അറിയാം. നന്ദനിപ്പോൾ ഇവിടെ നിന്ന് നേരെ തിരിച്ചിട്ടുണ്ട്. നിൻ്റെ അരികിലേക്കാണ് വന്നിരിക്കുന്നത്, നിന്നെയും അമ്മയും കണ്ട് സംസാരിക്കാൻ. നന്ദൻ ഒരിക്കലും നിങ്ങളെ കാണാൻ പാടില്ല. അതിനു മുമ്പ് നിങ്ങൾ അവിടെ നിന്ന് പോകണം. തങ്കം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എൻ്റെ മോളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇതെൻ്റെ അപേക്ഷയായിട്ട് മാത്രം കണ്ടാൽ മതി. ദയവ് ചെയ്ത് എൻ്റെ മോളുടെ ജീവിതം തകർക്കരുത്. അന്നേരം തങ്കം ആകെ അങ്ങ് വല്ലാണ്ടായി പോകുവാണ്. സിതാരയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തങ്കത്തിനും വല്ലാത്ത സങ്കടം തോന്നുവാണ്. തങ്കം പറയണേ, ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം, ഒട്ടും സമയം കളയില്ല, ഇപ്പം തന്നെ ഞങ്ങൾ പൊക്കോളാം, ഞങ്ങളാരും കാണില്ല. അന്നേരം സിതാര പറയുന്നുണ്ട്, കൃഷ്ണ, നീ എന്നോടുള്ള കടപ്പാടിനെക്കുറിച്ച് പറയുമല്ലോ. ഇനി ഈ ജന്മം മുഴുവൻ നിന്നോട് നിൻ്റെ അമ്മയോട് കടപ്പെട്ടിരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. ഒത്തിരി നന്ദിയുണ്ട്. അങ്ങനെ പറഞ്ഞ് സിതാര കോൾ കട്ട് ചെയ്യുവാണ്. അന്നേരം കൃഷ്ണ തങ്കത്തിനെ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഈ സമയം തങ്കം പറയണേ, എന്നാൽ പിന്നെ നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം, സമയം വൈകിക്കണ്ട. നമ്മൾ കാരണം മറ്റാരുടെയും ജീവിതം തകരിക്കുകയും വേണ്ട. ഗോപാല, സുനന്ദേ, ഞങ്ങൾ എന്നാ ഇറങ്ങുവാണ്.
അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ പുറത്തൊരു വണ്ടി വരുന്ന ഒച്ച കേൾക്കുന്നത്. അങ്ങനെ ഗോപാലൻ പതിയെ പുറത്തേക്ക് നോക്കുമ്പോഴായിരിക്കും കാറിൽ നിന്നും നന്ദൻ ഇറങ്ങി വരുന്നത് കാണുന്നത്. അതുകൊണ്ട് ഗോപാലൻ പറയണേ, കളരിക്കലിൽ നിന്ന് നവീൻ്റെ അച്ഛനാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്താണെങ്കിലും മുമ്പിൽ ചെന്ന് വരേണ്ട, നമുക്ക് പുറകുവശത്ത് വാതിൽ കൂടി പോകാം. അങ്ങനെ പറഞ്ഞ കൃഷ്ണയും തങ്കത്തെയും കൂട്ടിക്കൊണ്ട് ഗോപാലൻ പുറകുവശത്ത് വാതിലിൽ കൂടി പോകുവാണ്. സുനന്ദയോട് കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ഹാൻഡിൽ ചെയ്യാൻ പറയുവാണ് കേട്ടോ ഗോപാലൻ. ഈ സമയം സുനന്ദ പുറത്തേക്ക് ചെല്ലുക. ആ സാറെന്താ ഇവിടെ? ഞാൻ ഗോപാലനെയും കൃഷ്ണയൊക്കെ ഒന്ന് കാണാൻ വന്നിരിക്കുകയായിരുന്നു. ഗോപാലേട്ടനില്ലല്ലോ, പുറത്തേക്ക് പോയിരിക്കുക. കൃഷ്ണയും തങ്കവും ഇല്ലേ? അവർ വിളിച്ചാൽ മതി. അല്ല, അവർ രണ്ടാളും ഇവിടെ ഇല്ല. ഇല്ലെന്നോ? എവിടെ പോയതാ? ഇതേ സമയം ബാക്കിലൂടെ കൃഷ്ണേനെയും തങ്കത്തെയും കൂട്ടി ഗോപാലൻ പുറത്തേക്ക് പോകുവാണ്ടോ. അന്നേരം സുനന്ദ പറയുന്നുണ്ട്, അവർ ഇവിടെ നിന്ന് പോകുവാണെന്നാണ് പറഞ്ഞത്, എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയാവില്ലെന്ന് പറഞ്ഞാൽ കൃഷ്ണ ഇവിടെ നിന്ന് പോയത്. സുനന്ദേ, അങ്ങനെ പറയരുത്. നിങ്ങളറിയാതെ അവരെങ്ങോട്ടും പോവില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൃഷ്ണയെ നവീൻ്റെ ഭാര്യയായിട്ട് കളരിക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ്. കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കും അറിയാം. കൃഷ്ണയും നവീനും ഒന്നിച്ച് ജീവിക്കണമെന്നല്ലേ തങ്കവും ഗോപാലനും സുനന്ദയൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നോട് സത്യം തുറന്നു പറയൂ. ഞാൻ പറഞ്ഞില്ലേ സാർ, എനിക്ക് ഇത് മാത്രമേ അറിയുള്ളൂ. സത്യമായിട്ടും അവരെങ്ങോട്ടാണ് പോയതെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ സുനന്ദയുടെ മറുപടിയൊക്കെ കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുമെന്ന നന്ദനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് കൃഷ്ണേനെയും തങ്കത്തെയും കൊണ്ട് ഗോപാലൻ ബസ് സ്റ്റോപ്പിലെത്തുവാണ്. ഈ സമയം കൃഷ്ണ ഗോപാലനോട് പറയണേ, ഗോപാലൻ മാമ ചെന്നോളൂ, നവീൻ്റെ അച്ഛൻ അവിടെയുണ്ട്. അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കാനൊന്നും സുനന്ദേച്ചിക്ക് പറ്റിയെന്ന് വരില്ല. അങ്ങനെ കൃഷ്ണൻ തങ്കവും കൂടി നിർബന്ധിച്ച് ഗോപാലിനെ തിരിച്ച് പറഞ്ഞേക്കുവാണ്. അങ്ങനെ അവർ രണ്ടാളും അവിടെ ആയിരട്ടത്ത് ആരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുവാണ്ടോ. ഇതേസമയം സുനന്ദയുടെ ഫോണിലേക്ക് സിതാര വിളിക്കുന്നുണ്ട്. അന്നേരം സിതാരയോട് സുനന്ദ പറയണേ, കൃഷ്ണയെ പേടിച്ചാൽ വിളിക്കുന്നതെങ്കിൽ ഇനി മാഡം പേടിക്കൊന്നും വേണ്ട. അവർ രണ്ടാളും കൂടി രാത്രിയിൽ തന്നെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനി അവരെ കൊണ്ടുള്ള ശല്യമൊന്നും മാഡത്തിനോ മോൾക്കും ഉണ്ടാവില്ല. അന്നേരം സിതാര ചോദിക്കണേ, എവിടേക്കാണ് അവർ പോയത്? പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ആ ഒരു ബസ് സ്റ്റോപ്പിലിരിക്കുന്ന കൃഷ്ണനെയും തങ്കത്തിനെയുമാണ് കേട്ടോ. അന്നേരം തങ്കം പറയുന്നുണ്ട്, മുമ്പിലിപ്പോൾ ഇരുട്ട് മാത്രമാണ് അല്ലേ മോളെ? അന്നേരം തങ്കത്തിനെ ചേർത്ത് പിടിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെയാണ് പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്